Okay, good afternoon to all. Prayer. Prayer. Okay, ഞാനാണ് ടീച്ചർ. ആരാണ്? ജിസ്മുലാണ്. ജിസ്മുൽ. Okay. മാതാപിതാ ഗുരുദേവം മാതാപിതാ ഗുരുദേവം മാതാപിതാ ഗുരുദേവം മാതാപിതാ ഗുരുദേവം ആയിൽ തുടങ്ങുമെൻ ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം ആയിൽ തുടങ്ങുമെൻ ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നിതധ്യാപകർ തണലായി നിറയുന്നയച്ഛൻ നമ്മെ തളരാതെ കാക്കുന്നു ദൈവം മാതാപിതാ ഗുരുദേവം മാതാപിതാ ഗുരുദേവം മാതാപിതാ ഗുരുദേവം മാതാപിതാ ഗുരുദേവം. Okay, നല്ല prayer, Gismul. Thank you, teacher. Okay. Next thought of the day. Good afternoon, teachers and friends. If you believe in yourself, anything is possible. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യവും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു. Okay, very good. Signing. Hello children, how are you? All are you fine? Fine. Okay, today we can start a simple song. Okay. 5 little monkeys jumping on the bed. One fell down and bumped his head. Mommy called the doctor and doctor said, no more monkeys jumping on the bed. Okay. 4 little monkeys jumping on the bed. One fell down and bumped his head. Mommy called the doctor and doctor said, no more monkeys jumping on the bed. Then 3 little monkeys jumping on the bed. One fell down and bumped his head. Mommy called the doctor and doctor said, no more monkeys jumping on the bed. Then 2 little monkeys jumping on the bed. One fell down and bumped his head. Mommy called the doctor and doctor said, no more monkeys jumping on the bed. Then 1 little monkey jumping on the bed. One fell down and bumped his head. Mommy called the doctor and doctor said, no more monkeys jumping on the bed. How is this song? Enjoy it? Happy? Yes. Okay. Really Bye. happy. Tomorrow we can start a new rhymes. Bye bye. Bye. Safia. എന്താ മിസ്സേ Safia, this is for you. താങ്ക് യു മിസ് എന്താ സംഭവം അതെന്താ ഇതെന്താ ചിക്കു? മനസ്സിലായ? ഞങ്ങൾക്ക് തിന്നോന്ന് വിചാരിച്ചാ മതി എന്താ സാധനം മിഠായാണോ ഇതെന്താന്ന് മനസ്സിലായില്ല? യെല്ലോ കളർ ചിപ്സ് അല്ലേ? ചിപ്സ് ആണല്ലേ വാവ് ഐ ലൈക്ക് താങ്ക് യു ടീച്ചർ എനിക്ക് Okay. കിട്ടിയ പോലെയായി മങ്കിക്ക് കൊടുത്തതാണ്. അതെ, മനസ്സിൽ കൊടുത്തതാണ്. മങ്കി ലൈക്ക് വെരി മച്ച് താങ്ക് യു Okay. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു ടീച്ചർ
ക്ലാസ് ഒക്കെ തീരാറായപ്പോഴാണ് പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ വന്ന് തുടങ്ങിയത്. തലയിൽ കുത്തി വെച്ച് തുടങ്ങി എല്ലാവർക്കും അല്ലേ? ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ആണെന്ന് പറയാം. ഓക്കെ, ക്ലാസ് നമ്മൾ ഈ മാസം തീരും. ഇപ്പൊ 2-3 ആഴ്ച മാക്സിമം അല്ലെ? 2 ആഴ്ച മീൻസ് തിയറീസ് കഴിയും, പ്രാക്ടിക്കലിനുണ്ടാവും. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. PDF കാണാമോ? കാണാം മിസ്. ഓക്കെ, നമ്മൾ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കുറച്ച് പറഞ്ഞു, ഡിപ്ലേഷൻ പറഞ്ഞു, ഗ്രീൻ ഹൗസ് പറഞ്ഞു. നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ചു നോക്കിയേ. ചാപ്റ്ററിന്റെ നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. Chapter name, Man and Environment. Part 4. Okay. Yes, നമ്മൾ ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ വരെയാണ് പറഞ്ഞത്. റിസോഴ്സ് ഡിഫ്ലക്ഷൻ പറഞ്ഞു അല്ലേ? മാൻ ആൻഡ് എൻവയോൺമെന്റിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്. റിസോഴ്സ് ഡിഫ്ലേഷൻ അല്ലെ, വിഭവ ശോഷണങ്ങൾ. ഏതൊക്കെ രീതിയിൽ ഡിഫ്ലേഷൻസ് സംഭവിക്കാം? ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലത്തിന് ശോഷണം സംഭവിക്കാം അല്ലെ? മനുഷ്യരുടെ അശാസ്ത്രീയ പ്രവർത്തനങ്ങൾ മൂലം എന്താണ് ഭൂമിക്കാണത് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെ അവശ്യ മാലിന്യങ്ങൾ കൂടുന്നത് വഴി എന്താണ് ഭൂമിയിലേക്ക് ഈ വിഷാംശങ്ങൾ ഇറങ്ങുകയും അതോടൊപ്പം തന്നെ എന്താണ് അണ്ടർ വാട്ടറിലെ എന്താണ് ആ സിസ്റ്റത്തിന്, അണ്ടർ വാട്ടർ സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിക്കുന്നു. ഓക്കെ, പിന്നീട് അതൊരു വലിയൊരു ത്രെട്ട് തന്നെയാണ് കേട്ടോ. ഗ്രൗണ്ട് വാട്ടറിന്റെ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റത് എല്ലാത്തിനും, എല്ലാ ജീവജാലങ്ങളും അത് ബാധിക്കും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടറിലെ ഗ്രൗണ്ട് വാട്ടറിൽ കഴിയുന്ന ഒരുപാട് ഇക്കോസിസ്റ്റം അതിന്റെ അകത്തുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഗ്രൗണ്ട് വാട്ടറിന്റെ അകത്തുള്ള സിസ്റ്റത്തിനെ കുറിച്ചിട്ട്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ല? ഗ്രൗണ്ട് വാട്ടറിന്റെ അകത്തായിട്ട് ഒരു സസ്യജാലങ്ങൾ വളരുന്നില്ലേ? ഉണ്ടാവും. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ അഞ്ജു. പറയൂ അഞ്ജു, ടീച്ചർ കേട്ടിട്ടില്ലേ ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ട്? കേട്ടിട്ടുണ്ട്. ഒന്നുകൂടി പറയാം മിസ്സേ, മനസ്സിലായില്ല. ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് കേട്ടിട്ടില്ലേന്ന് അഞ്ജു? കേട്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോ മനുഷ്യരുടെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ മൂലം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ശോഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ഡിഫ്ലേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഡിഫ്ലേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്താണ്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബയോളജിക്കൽ ജൈവവൈവിധ്യം. യെസ്, ജൈവവൈവിധ്യം നഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക്? എങ്ങനെയാണ് ജൈവവൈവിധ്യം നഷ്ടപ്പെടുന്നത്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എങ്ങനെ നഷ്ടപ്പെടുന്നു? ലിവിങ് ഓർഗാനിസത്തിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത്തരത്തിലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ എന്താണ് ലിവിങ് ഓർഗാനിസം നശിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എക്കോസിസ്റ്റം തകരാറിലാകാണ്. അത് എൻവയോൺമെന്റൽ ത്രെട്ട് ആയിട്ട് നമുക്ക് ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെട്ട് ആയിട്ട് തന്നെ നമുക്ക് തന്നെ കാണാം. പിന്നെ ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി എന്താണ്?
ജനറ്റിക് വേരിയബിലിറ്റി. ജനിതക വ്യതിയാനം. യെസ്, ജനിതക വ്യതിയാനങ്ങൾ സംഭവിക്കും അല്ലെ. അതായത് നമ്മൾക്ക് പോപ്പുലേഷൻ കൂടാണോ കുറയാണോ ചെയ്യുന്നത്? ഇപ്പോ കൂടുതലാണ്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ഭീഷണിയാണുള്ളത്? ഒരുപാട് ഭീഷണി ഉണ്ട് അല്ലെ. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച്, പോപ്പുലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് എന്താണ്, ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോവുകയാണ് നമ്മൾ അല്ലെ. ഓക്കെ, അപ്പോ അത് ഒരു ത്രെട്ട് തന്നെയല്ലേ. പല ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റുന്നതായിട്ട് പറ്റാതെ വരുന്നു അല്ലെ. ഹ്യൂമൻ ബീങ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഭൂമിയിൽ അതിന്റെ നിലനിൽപ്പിന് തന്നെ, അതായത് എല്ലാ റിസോഴ്സസ് അവൈലബിൾ ആക്കാൻ പറ്റുന്നില്ല. അതായത് പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എല്ലാവർക്കും എല്ലാ റിസോഴ്സസും എത്തിക്കാനോ സപ്ലൈ ചെയ്യാനോ സാധിക്കാത്ത ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കിടക്കും. അപ്പൊ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യണോ വേണ്ടേ നമ്മള്? ജനസംഖ്യാ നിരക്ക് കൺട്രോൾ ചെയ്യണോ വേണ്ടയോ? കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യണം അല്ലെ. യെസ്, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തേ മതിയാകും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് ആവശ്യാനുസരണം നല്ല രീതിയിൽ ഒരു ജീവിത നിലവാരം ഉണ്ടാവില്ല, ജീവിക്കാനുള്ള റിസോഴ്സസ് ഭൂമിയിൽ ഉണ്ടാകാതിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരും. നിരവധി അസുഖങ്ങൾ വരാം. തിങ്ങി പാർക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള ചാൻസസ്. ഓക്കെ, അപ്പോ ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി എന്താണ്, ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെട്ട് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡിഫ്ലേഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ്. ഡിഫ്ലേഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ്. ഓഷ്യൻ ബെഡ് റിസോഴ്സസ് സമുദ്രജലത്തിനടിയിലെ വിഭവ ശോഷണം അല്ലെ. സമുദ്രജല വിഭവ ശോഷണം. സമുദ്രത്തിനടിയിൽ തരത്തിലുള്ള ശോഷണങ്ങൾ സംഭവിക്കുന്നുണ്ടോ? എന്തൊക്കെയാണത്? സമുദ്രത്തിൽ വന്നു ചേരുന്ന മാലിന്യങ്ങൾ മുഴുവൻ അതില് ഉണ്ടാവുന്ന വിഭവങ്ങൾ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന വിഭവ ശോഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യെസ്, നമുക്ക് പറയാം അമിത മത്സ്യബന്ധനം ആയിക്കഴിഞ്ഞാല് കടലിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അമിത മത്സ്യബന്ധനം കൂടി കഴിഞ്ഞാല് ഉണ്ടാകാം അല്ലേ. പ്രത്യുൽപാദനം കുറയും. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ അടിത്തട്ടില് മറ്റു മത്സ്യങ്ങൾ മാത്രമുള്ള മറ്റ് വിഭവങ്ങൾ ഉണ്ടല്ലേ. സമുദ്രത്തിന്റെ അടിത്തട്ടില് പവിഴപ്പുറ്റുകള് തുടങ്ങി മറ്റ് അനേകം സസ്യജന്തുജാലങ്ങള് അവിടെ അതിനകത്ത് താമസിക്കുന്നുണ്ട് അല്ലെ. അവരുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ തകരാറിലാവുന്നു. മനുഷ്യന്റെ അശാസ്ത്രീയ പ്രവർത്തനങ്ങൾ, അതായത് അമിത മത്സ്യബന്ധനം നടത്തുന്ന ആരാണ്? മനുഷ്യര് തന്നെയാണ്. ഓക്കെ, അല്ലാത്ത തരത്തിലുള്ള മറ്റു റിസോർട്സ് കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് വെക്കുന്നുണ്ട്. ബീച്ച് ബേ ഒക്കെ അടുത്ത് വെച്ചിട്ട് നമ്മൾ റിസോർട്സുകൾ പണിയുന്നില്ലേ. പക്ഷെ ഈ റിസോഴ്സിന്റെ മാലിന്യമൊക്കെ ഇങ്ങോട്ടേക്കാണ് തള്ളപ്പെടുന്നത്, കടലിലേക്ക് തന്നെ തള്ളപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോ അപ്പോ അവിടെ ആ കടൽ ജലം മലിനപ്പെടുന്നുണ്ട്. അല്ലാതെ മറ്റു റിസോഴ്സസ് വഴിയും എന്താണ്, മറ്റ് അശാസ്ത്രീയ വസ്തുക്കൾ വഴിയും കടൽ ജലം മലിനമാക്കപ്പെടുന്നു. അപ്പൊ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ആ ആവാസ വ്യവസ്ഥയെ ഇത് തകരാറിലാക്കുന്നു. ഓക്കെ, യെസ്, അപ്പൊ അതും ഒരു ഗ്ലോബൽ ത്രെട്ടൻസി തന്നെയാണ്. എന്താ? ഡിഫ്ലേഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ് തകരാറിലാകുന്നത്. പിന്നെ എന്താണ്? ഡിഫ്ലേഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഡിഫ്ലേഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തിന്റെ ശോഷണമാണ്? പുനരുത്പാദിപ്പിക്കാൻ പറ്റാത്ത വിഭവങ്ങളുടെ ശോഷണം. എന്തൊക്കെയാണ് പുനരുത്പാദിപ്പിക്കാൻ പറ്റാത്ത വിഭവങ്ങൾ എന്ന് നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ്? ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ. പെട്രോളിയം പ്രൊഡക്ട്സ്, കോള് തുടങ്ങിയവയിൽ എങ്ങനെയാണ് ശോഷണം സംഭവിക്കുന്നത്? റിന്യൂവബിൾ റിസോഴ്സസിന് എങ്ങനെ തീരും? അത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഖനനം ചെയ്യുമ്പോൾ അല്ലെ. ഖനനം ചെയ്യുന്നത് വഴി എന്താണ് ഇത്തരത്തിലുള്ള, അതായത് ആ ഭൂമി ഖനനം ചെയ്യുന്ന ആ പ്ലേസസിന് വരെ എന്താണ് ഒരുപാട് മിനറൽസ് എല്ലാം കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ തന്നെ ഭൂമിക്ക് തന്നെ അതൊരു കാരണമാണ്. പിന്നീട് ഈ റിസോഴ്സസ് നമുക്ക് ചിലത് സംസ്കരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാലം താമസം എടുത്തിട്ടായിരിക്കും അത് സംസ്കരിച്ച് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്രോളിയം ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? നമുക്ക് പെട്രോളിയം ആവശ്യമായിട്ടുള്ളൊരു ഇന്ധനം തന്നെയാണ് അല്ലെ. പെട്രോളിയം, അതിൽ ഓയിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനമാണ്. അപ്പൊ അതിന് മാക്സിമം
എന്താണ് നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് വേണം അത് യൂസ് ചെയ്യുന്നത്. കാരണം അത് ഒരിക്കലും പുനരുത്പാദിപ്പിക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടുള്ളതാണ്, കാലതാമസം എടുത്ത് ഉണ്ടാകുന്ന വസ്തുക്കളാണത്. നമ്മൾ അങ്ങനെ പഠിച്ചത് അല്ലെ. അപ്പൊ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും കെയർ കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ മറ്റു മനുഷ്യരാശികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലായിരിക്കണം നമ്മളെ റിന്യൂവബിൾ റിസോഴ്സിനെ നമ്മൾ എന്താണ് സസ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഡിഫ്ലക്ഷൻസ് സംഭവിക്കാൻ പാടില്ല. ഇൻ കേസ് ഡിഫ്ലക്ഷൻ സംഭവിച്ചാൽ എന്താണ്, അത് ആഗോളമായിട്ടും പരിസ്ഥിതിയുടെ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, പിന്നെ എട്ടാമത്തെ എന്താണ്, അപ്പൊ റിസോഴ്സ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, അഞ്ച് തരത്തിലുള്ള ശോഷണങ്ങളാണ് സംഭവിക്കുന്നത്. ഏതൊക്കെയാണ്? ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഡിഫ്ലേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ജനറ്റിക് വേരിയബിലിറ്റി എന്താന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ജനസംഖ്യാ വലിപ്പം മൂലം സംഭവിക്കുന്നത്. ഓക്കെ, പൊതു ആവാസ വ്യവസ്ഥയെ തന്നെയാണ് തകർക്കുന്നത്. പിന്നെന്താ? ഡിഫ്ലേഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ്, അല്ലെ, സമുദ്രജലാധിപത്യത്തിലെ വിഭവങ്ങളുടെ ശോഷണം. ഡിഫ്ലേഷൻ ഓഫ് നോൺ റീനബിൾ റിസോഴ്സസ്. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ റിഫ്ലക്ഷൻസ് ആണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി എനർജി ക്രൈസിസ്. അടുത്ത എൻവയോൺമെന്റൽ ത്രെട്ട് എന്ന് പറയുന്നത് എന്താണ്? എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ എനർജി ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി. എന്താണ് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, ഊർജ പ്രതിസന്ധി ഉണ്ടാവും അല്ലെ. അതായത് ആണവായുധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആണവായുധങ്ങൾ, സോറി, എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ക്രൈസിസ് ഉണ്ടാവുന്ന കാരണം എന്തായിരിക്കാം? ഈ യുദ്ധങ്ങൾക്കൊക്കെ ഉപയോഗിക്കണതാണ് ടീച്ചറെ. എന്താണ്? ന്യൂക്ലിയർ എനർജി നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ എനർജീസ് നമ്മൾ ഉപയോഗിക്കണം, വൈറസും ബാക്ടീരിയകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതല്ല ന്യൂക്ലിയർ എനർജി ആണവ നിലയങ്ങളിൽ ആണവ നിലയങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ന്യൂക്ലിയർ എനർജീസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്? അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? റേഡിയേഷൻ വികിരണം പറയും. വികിരണം. അതായത് ഇത്തരത്തില് ന്യൂക്ലിയർ എനർജിയുടെ ക്രൈസിസ്, അതായത് നമ്മൾക്ക് ആണവ നിലയങ്ങളിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതായത് പിന്നീട് റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമമായിട്ട് ഇന്ധനം ഉണ്ടാക്കുന്നതാണോ? കൃത്രിമമായിട്ട് നമ്മൾ ഇന്ധനം ഉണ്ടാക്കുന്ന സിസ്റ്റംസ് അല്ലെ. അതായത് സിന്തറ്റിക് ഫ്യൂവൽ നമ്മൾ നിർമ്മിക്കുന്നു. അപ്പൊ അതായത് എനർജി ക്രൈസിസ് നമ്മളുടെ ശരിക്കും പറഞ്ഞ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങൾ, ഓരോരോ പ്രക്രിയകൾ മൂലമാണ് നമുക്ക് ഈ എനർജീസിലെ ക്രൈസിസ് വരാൻ, അല്ലെങ്കിൽ പ്രതിസന്ധി വരാനുള്ള പ്രധാന കാരണങ്ങൾ പ്രധാനമായിട്ടും മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഓക്കെ, യെസ്. അത് അതോടൊപ്പം തന്നെ എന്താണ്? ഇത്തരത്തിലുള്ള റേഡിയേഷൻ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? ഒരു പേര് പറയുമല്ലോ. വികിരണം എന്ന് പറയാ. റേഡിയേഷൻ വികിരണം അല്ലാതെ വേറൊരു കാര്യം പറയാം. വികിരണം അല്ലാതെ മറ്റൊരു പേര് പറയും. വികിരണം അല്ലാതെ മറ്റൊരു പേരെന്താ പറയുന്നത്? വികിരണമല്ലാതെ നമ്മൾ മറ്റൊരു പേരിലെ റേഡിയേഷനും പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അറിയില്ല. തരംഗങ്ങളാണോ? തരംഗങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ. റേഡിയേഷൻ എങ്ങനെയാണ് നമുക്ക് ശരിക്കും സംഭവിക്കുന്നത്? വിവിധ തരത്തിലുള്ള തരംഗങ്ങൾ, റേസ് മൂലമാണ് നമുക്ക് റേഡിയേഷൻസ് ഉണ്ടാകുക അല്ലെ. വികിരണങ്ങൾ മൂലം, റേസ് മൂലമാണ് നമുക്ക് റേഡിയേഷൻസ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്തിനു മൂലമുള്ള ക്രൈസിസ് എന്നാണ് ഇവിടെ പറഞ്ഞത്? ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. അതായത് ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്, ഒരു ഭീഷണി എന്ന് പറയുന്നതിന് എന്താണ്? ഊർജ്ജ പ്രതിസന്ധിയാണ് ഇനി ഉണ്ടാകുന്നത്. അതായത് ആണവോർജ്ജം, വികിരണം തുടങ്ങി കൃത്രിമ ഇന്ധനം വരെ.
ഇതിലെല്ലാം എന്താണ് നമുക്ക് നല്ല രീതിയിൽ ന്യൂക്ലിയർ എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷൻസ് വരും. അതുപോലെ തന്നെ എന്താണ് കൃത്രിമ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സിന്തറ്റിക് ഫ്യൂവൽ എന്ന് പറയുന്നത്, കൃത്രിമ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മിസ് ആ റേഡിയേഷന് വേറെന്താ പറയാന്ന് പറഞ്ഞേ? അത് ഞാൻ കേട്ടില്ല. റേഡിയേഷൻ, റേഡിയേഷന് വേറൊരു പേര് എന്താ? വികിരണം. റേഡിയോ ആക്ടിവിറ്റി തരംഗങ്ങൾ മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തുന്നതാണോ അല്ലയോ? റേഡിയോ ആക്റ്റീവ് തരംഗങ്ങള്, ഈ തരംഗങ്ങൾ ഈ റേസ് മൂലം നമുക്ക് ശാരീരികമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? ന്യൂക്ലിയർ എനർജിയിൽ അല്ലെങ്കിൽ ആണവ നിലയങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിഷാംശങ്ങൾ, അവിടുത്തെ റേഡിയേഷൻസ് ഒക്കെ നമ്മൾക്ക് മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തുന്നതാണോ അല്ലയോ? ആണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ. ക്യാൻസർ തുടങ്ങി മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാനും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആ ഹിരോഷിമ നാഗസാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ എന്താ സംഭവിച്ചത് ശരിക്കും? ന്യൂക്ലിയർ റേഡിയേഷൻസ് മൂലം ആഫ്റ്റർ എഫക്ട്സ് ആണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യരാശിക്ക് ഇത്തരത്തിലുള്ള ആണവയന്ത്രങ്ങൾ അല്ലെങ്കിൽ ആണവോർജ്ജങ്ങളുടെ ആ ഒരു റേസ് ഏൽക്കുക എന്നുള്ളത് മനുഷ്യരാശിക്ക് ഏറ്റവും എൻവയോൺമെന്റിൽ തന്നെ, മനുഷ്യനെ മാത്രമല്ല പരിസ്ഥിതിക്ക് തന്നെയാണ് അത് ഏറ്റവും വലിയൊരു നാശമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊരു റിലേറ്റഡ് ആണ് എന്ത്? ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംസ് റേസസ്. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച്. എന്താണ് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് എന്ന് പറയുന്നത്? ജൈവായുധ ആണവായുധ മത്സരവും. അതെന്തായിരിക്കും പറയുന്നത്? അതായത് മനുഷ്യരെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും നമ്മൾ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനായിട്ട് മനഃപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൂക്ഷ്മാണുക്കളെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, അതായത് മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും നമ്മൾ ഉപദ്രവിക്കാനോ കൊല്ലാനോ മനഃപൂർവ്വം നമ്മൾ ചെറിയ സൂക്ഷ്മാണുക്കളെ രൂപീകരിക്കുന്നുണ്ട്. അതായത് വിഷവസ്തുക്കൾ എന്ന് പറയാം. നമുക്ക് സൂക്ഷ്മാണുക്കൾ എന്ന് ഉദ്ദേശിക്കുന്ന വിഷവസ്തുക്കള്. അപ്പൊ അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ ആയുധങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനുഷ്യനെയും പരിസ്ഥിതിയും ഒരേപോലെ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തില് എന്താണ് വിഷവസ്തുക്കൾ നമ്മൾ എന്തിന്റെങ്കിലും പർപ്പസിന് വേണ്ടി വിഷവസ്തുക്കൾ നിർമ്മിക്കാറുണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ആർക്ക് തന്നെയാണ് ഭീഷണി? മനുഷ്യര് തന്നെയാണ് അത് ഭീഷണി. ഓക്കെ, അത് ഉണ്ടാക്കുന്ന മനുഷ്യർ തന്നെയാണ് അത് ഭീഷണിയായിട്ടുള്ളത്. അപ്പൊ അവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ ആയുധങ്ങൾ എന്ന് പറയുന്നത്. അതായത് വിനാശകരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് എന്ത്? ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറയുന്നത്? എന്താണ്? മനുഷ്യർക്കും പ്രകൃതിക്കും മൃഗങ്ങൾക്കും ഒരേപോലെ തന്നെ എന്താണ് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അവയെ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന വിഷവസ്തുക്കൾ. ആ വിഷവസ്തുക്കളാണ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളാണ് എന്താ? ജൈവ ആയുധങ്ങൾ അഥവാ ബയോളജിക്കൽ വെപ്പൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവയ്ക്ക് എന്തിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്? വിനാശകരമായിട്ടുള്ള നാശങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ബയോളജിക്കൽ വെപ്പൺസ് ആയ ഈ ജൈവ ആയുധങ്ങൾക്കുണ്ട്. ഓക്കെ, യെസ്. പിന്നെ അടുത്തത് എന്താണ്? കോൺകറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്. കോൺകറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്. ഒരു പോയിന്റ് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്ത് ചോദിക്കാത്തെ? ന്യൂക്ലിയർ ആം റേസ് എന്താന്ന് പറഞ്ഞില്ലല്ലോ. ന്യൂക്ലിയർ ആം റേസ്, ന്യൂക്ലിയർ ആം റേസ് ആണവായുധം. ആണവായുധം അല്ലെങ്കിൽ ഊർജത്തിന്റെ, അതായത് ആണവ വികിരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ ഫിഷൻ പോലുള്ള ആണവ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? ഫിഷൻ, യെസ്, ന്യൂക്ലിയർ ഫിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തിനാണ്? അത് ആണവ പ്രവർത്തനങ്ങളുടെ ഒരു ഘടനയാണ് അല്ലെ. ആണവ പ്രവർത്തനങ്ങളിൽ ആണവോർജ്ജം ഉത്പാദിപ്പിക്കുന്നതിനാണ് നമ്മള്, അതായത് ഈ ആണവോർജ്ജങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള വാതകങ്ങളും അവിടെ ഉത്പാദിക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വാതകങ്ങളാണ്? പലതരത്തിലുള്ള വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചത് നമ്മള് അയോണൈസ് വികിരണത്തിന് അല്ലെങ്കിൽ അയോണൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അയോണൈസേഷൻ കേട്ടിട്ടുണ്ടോ?
അതായത് ന്യൂക്ലിയർ ഫിഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് പലതരത്തിലുള്ള വികിരണങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നതും അത് ആർക്ക് ഭീഷണിയായിട്ട് വരുന്നു. അതിൽ നിന്ന് എന്താണ് ആണവ മാലിന്യങ്ങൾ പുറത്തള്ളപ്പെടുന്നുണ്ട്. ഈ ആണവ നിലയങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ എനർജീസ് മൂലം പലതരത്തിലുള്ള ആണവ മാലിന്യങ്ങൾ അല്ലെ, ന്യൂക്ലിയർ ആയിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള അയേഴ്സ് നമുക്ക് പുറന്തള്ളപ്പെടുന്നു. അത് മനുഷ്യർക്കും ഒരേപോലെ തന്നെ പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്താണ് വിനാശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആണവ മാലിന്യങ്ങൾ പുറന്തള്ളുമ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകട സാധ്യത കൂടുന്ന സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ന്യൂക്ലിയർ ആർംസ് റേസസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഒന്നെന്താണ് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരെയോ മൃഗങ്ങളെയോ ഒരേപോലെ കൊല്ലുന്നതിനും ഉപദ്രവിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ വിഷാംശങ്ങൾ അല്ലെങ്കിൽ വിഷവസ്തുക്കളെയാണ് നമ്മൾ ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ആർംസ് എന്ന് പറയുന്നത് എന്താണ് വിഷം പോലെയുള്ള ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആണവോർജ്ജം ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരുന്ന അയോണൈസേഷൻ വികിരണങ്ങൾ മൂലം ആണവ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് എന്താണ് പ്രകൃതിക്കും സമൂഹത്തിനും ഒരേപോലെ തന്നെ എന്താണ് വിനാശകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് വിതയ്ക്കുന്നത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എക്സ്പ്ലനേഷൻസ് പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവസാന ഭീഷണി എന്ന് പറയുന്നത് കോൺകറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്. കോൺകറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്. ബഹിരാകാശ സാങ്കേതിക തടസ്സങ്ങള് അല്ലെ, നമ്മുടെ ബഹിരാകാശ പര്യവേഷണത്തിന് ഉണ്ടാകുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത് അല്ലെ. ഇപ്പൊ ഔട്ടർ സ്പേസുമായി ബന്ധപ്പെട്ട എന്താണ് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയും സംഭവിക്കുന്നുണ്ട് അല്ലെ. അത് നമുക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്നത്? സ്പേസിൽ നടക്കുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണി ആകുന്നത്? നമ്മളെ അന്തരീക്ഷത്തിന്. അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് നമ്മള് ഏറ്റവും കൂടുതൽ ഭൂമിക്കാണ് ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഔട്ടർ സ്പേസിൽ നടക്കുന്ന ആക്ടിവിറ്റീസിലെ സാങ്കേതിക തടസ്സങ്ങൾ, ഔട്ടർ സ്പേസിലുള്ള സാങ്കേതിക തടസ്സങ്ങള് എന്താണ് ബഹിരാകാശം ശരിക്കും പറഞ്ഞ ബഹിരാകാശ പര്യവേഷണങ്ങൾ അല്ലെ, തരത്തിലുള്ള നമ്മൾ സ്പേസിൽ കണ്ടെത്താൻ പോകുന്ന പലതരത്തിലുള്ള പര്യവേഷണങ്ങൾക്ക് അത് തടസ്സമാകുകയാണ്. ഓക്കെ, ഔട്ടർ സ്പേസിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ എക്സ്പോഷർ വരെ എന്താണ് റേഡിയേഷൻ എക്സ്പോഷറും ബഹിരാകാശത്ത് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, അതും ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ദീസ് ആർ ദ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്. അപ്പോ നമ്മുടെ ഇനി വരും തലമുറയ്ക്ക് എനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു ധാരണ തരുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, അപ്പൊ ജനറ്റിക് അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഏറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് തന്നെ? ഏത് ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ് ആണ് നമ്മളെ ഏറ്റവും ഏതൊക്കെയാണ്? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയറും ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. അത്രേ ഉള്ളോ? രണ്ടെണ്ണേ ഉള്ളൂ. ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്രീൻ ഹൗസ് ഉണ്ട്, പിന്നെ ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ. അപ്പൊ പിന്നെ എല്ലാം വരുന്നുണ്ട്. അതാണ്. അപ്പൊ എല്ലാം പഠിക്കണം, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 10 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, പേരുകള് എക്സാമിന് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ UT5 കാരുടെ മോഡൽ എക്സാം തുടങ്ങുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഡി ആയി പ്രിന്റിംഗ് ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറകെ നിങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പൊ പഠിച്ചൊക്കെ തുടങ്ങിക്കോ, പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇപ്പില്ല, നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. തരുന്ന ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്റർ തീരുമ്പോ ക്വസ്റ്റ്യൻസ് തരാറില്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കേട്ടോ? മനസ്സിലായോ? ഓക്കെ മിസ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ഈ ആക്ട്സുകളെല്ലാം 3 ആക്ട്സ് കൊടുത്തു, 4 ആക്ട് ഉണ്ട്. 4 ആക്ടും ഏത് ഇയറിലാണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഓരോ പൊല്യൂഷന്റെയും കോസസും കോൺസിക്വൻസസും നോക്കി വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. ഇതിൽ നിന്നാണ് മിക്ക ക്വസ്റ്റ്യൻസും കൂടുതൽ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പാർട്ട് 4 ലാസ്റ്റ് ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചു തീർത്തത്. ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നേ?
ഇങ്ങനെയാണ് പോകുന്നത്. 5th ചാപ്റ്റർ ആണോ? യെസ്, 5th ചാപ്റ്റർ. ഈ നോട്ട് ഏതൊക്കെ തരാനുണ്ട്? 7th ചാപ്റ്ററിലെ നോട്ട് കിട്ടിയോ? പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് കിട്ടിയില്ല? കിട്ടി. ദെൻ ഗുഡ് മാനേഴ്സ് കിട്ടിയിട്ടില്ല. മാനേഴ്സ് സൂപ്പർവൈസിങ് കിട്ടിയിട്ടില്ല. മാൻ ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, 3 ചാപ്റ്ററിനെ കിട്ടാനുണ്ട് അല്ലേ? മാനേഴ്സ് എടുത്തോ മാം? എന്തോ ഗുഡ് മാനേഴ്സ് എടുത്തോ? ഗുഡ് മാനേഴ്സ് എടുത്തല്ലോ. മറന്നുപോയോ? അതെയോ? ബാത്റൂം മാനേഴ്സ്, ബെഡ്റൂം മാനേഴ്സ്, പിന്നെ ജനറൽ മാനേഴ്സ് എല്ലാം എടുത്തു. അത് ഒറ്റ ദിവസം കൊണ്ട് എടുത്തതാണ് ദിവ്യ. ഉണ്ടായില്ലേ ക്ലാസ്സില്? ചില നേരത്തിൽ ഓർമ്മ പ്രശ്നം. അത് എളുപ്പമാണ് ദിവ്യ, ഒന്ന് വായിച്ചു വയ്ക്കാൻ മതി കേട്ടോ. റെക്കോർഡഡ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് എളുപ്പമായിട്ട് പഠിക്കാം. Yes, the 5th chapter, developmental profile. കാണാമോ? ചാപ്റ്റർ കാണാമോ? കാണാം മിസ്. Yes, Unit 5, developmental profile. അവിടെ ഒന്നും നോക്കണ്ട. എന്തായിരിക്കും ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അതായത് കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് തന്നെ ചെറുപ്പം തൊട്ട് വലുതാവുന്നത് വരെ ഉണ്ടാവുന്ന ഓരോ ഇമോഷണൽ ആയാലും ഫിസിക്കൽ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു. ലാംഗ്വേജ് ആയിട്ടും പിന്നെ പിന്നെ ഫിസിക്കലായിട്ടും പഠിക്കണ കാര്യങ്ങളിലായാലും മൊത്തത്തിലുള്ള ഒരു പ്രൊഫൈൽ അല്ലെ? ടോട്ടൽ പ്രൊഫൈൽ എന്നൊക്കെ പറയുന്നത് പറയാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രൊഫൈല്, ഒരു പ്രൊഫൈലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രൊഫൈൽ എഴുതാനായിട്ട് അല്ലെ? പ്രൊഫൈൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്? അപ്പൊ അവിടെ പഠിച്ചതിൽ നമ്മളെ പേര്, പേരുണ്ടാവും, പേരുണ്ടാവും, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, പേര്, വയസ്സ്, പ്രൊഫൈൽ തയ്യാറാക്കും. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആണ്, അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് പ്രൊഫൈൽ തയ്യാറാക്കാനായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഹിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ല നിങ്ങൾ? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുള്ളല്ലേ? എല്ലാ എക്സാമിനും ഉണ്ടാവും. എക്സാമിന് ഒരു എക്സാം ഒന്നും ഒഴിച്ചിടാറില്ല പ്രൊഫൈല്. പ്രൊഫൈല് നോട്ടീസ്, പ്ലക്കാർഡ്, അല്ലെങ്കിൽ സ്പീച്ച്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഇംഗ്ലീഷിന്റെ മെയിൻ കണ്ടന്റ് ആണ് അല്ലെ? യെസ്, നമുക്ക് ഈസി ആയിട്ട് എക്സാം പാസ് ആവാനും എളുപ്പമാണത്. എപ്പോഴും പ്രൊഫൈൽ ചെയ്യാറുണ്ട് നമ്മൾ. അപ്പൊ ബോക്സിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുക്കും. നെയിം കൊടുക്കും, ഇയർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആള് മരിച്ചതാണെങ്കിൽ അത് അല്ലെ, ഡെത്ത് ഓഫ് ഇവന്റ് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ബുക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഠിച്ചത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളത് സെന്റൻസ് വൈസ് ആയിട്ട് നമ്മൾ എഴുതും. അങ്ങനെയല്ല ചെയ്യാറ് ഇംഗ്ലീഷിലെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇട്ടിട്ട് പ്രൊഫൈലിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ബോക്സിൽ നമ്മൾ അപ്പൊ അതിന് മാത്രം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലും പ്രൊഫൈൽ വരാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രൊഫൈൽ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ നമുക്ക് നോക്കാം. ഇൻ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? It is difficult to give marks on how well a child can run or how many complex sentences a child can speak. In the report card, we will state the improving stage of the child in all the phases of development. This will help the parents confirm that they have themselves been observing and also help the parents pinpoint in which aspects of their child needs more guidance through support, assistance and environment. This type of report card of the child is called a development profile of the child. അപ്പൊ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലായത് ഒരു റിപ്പോർട്ട് കാർഡാണ് അല്ലെ? ഒരു കുട്ടീനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് കാർഡാണ്.
ആ റിപ്പോർട്ട് കാർഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാവും അല്ലെ? യെസ്. Development profile is a tool used to assess and document in an individual. Yes, very good, Kirti. എന്താണ് ഒരു കുട്ടീനെ അസസ് ചെയ്യുന്നതിനുള്ള ഒരു ഡെവലപ്മെന്റ് കാർഡാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡാണ് എന്താ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതായത് ഓരോ ഘട്ടത്തിലും കുട്ടിയിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്സ്, എന്തൊക്കെ ക്വാളിറ്റീസ് എബിലിറ്റീസ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓൾ ദ ഫേസസ് ഓഫ് ദ ഡെവലപ്മെന്റ്, അതായത് കുട്ടിയുടെ ആ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. This will help the parents confirm what they have themselves been observing and also help the parents in pinpoint which aspects of their child needs more guidance through support. അപ്പോൾ ഈ ഒരു കാർഡ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് അവർക്ക് ഉണ്ടാകും, ഇനി ഏതൊക്കെ ആസ്പെക്ട്സിൽ നമ്മുടെ കുട്ടികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, എവിടെയാണ് അവന് ഗൈഡൻസ് കൊടുക്കേണ്ടത്, എവിടെയാണ് അവന് വീക്ക് പോയിന്റ്സ് വരുന്നത് എന്നെല്ലാം തന്നെ നമുക്ക് എന്തിൽ അറിയാൻ പറ്റും? ഈ റിപ്പോർട്ട് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓക്കെ, അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാം, അതിനുവേണ്ടിയുള്ള അസിസ്റ്റൻസ് കൊടുക്കാം. ടൈപ്പ് ഓഫ് റിപ്പോർട്ട് കാർഡ് ഓഫ് ദി ചൈൽഡ് കോൾഡ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ. അപ്പോൾ ഈ കുട്ടിയുടെ മൊത്തം ഒരു ഇൻഡിവിജ്വലിന്റെ മൊത്തം ഡെവലപ്മെന്റ്സ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞത്. കുട്ടിയുടെ ഡെവലപ്മെന്റ്സ് മെഷർ ചെയ്യുന്നില്ല, അവരുടെ ക്വാളിറ്റീസ് എബിലിറ്റീസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾ ആയിട്ട് നമുക്ക് എന്തിനെ ഉപയോഗിക്കാം? ഡെവലപ്മെന്റൽ പ്രൊഫൈലിനെ അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡിനെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞത് it is difficult to give mark on how well a child can run or how many complex sentences a child can speak. എന്താ പറയുന്നത്? ഒരു കുട്ടിക്ക് എത്രത്തോളം നന്നായിട്ട് ഓടാൻ കഴിയും അല്ലെ, എത്രത്തോളം നന്നായിട്ട് ഓടാൻ കഴിയും അല്ലെങ്കിൽ എത്രത്തോളം സങ്കീർണമായിട്ടുള്ള വാക്കുകൾ കോംപ്ലക്സ് സെന്റൻസസ് കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയും എന്നവിടെ സൂചിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇപ്പൊ എത്രത്തോളം ഓടി അതിനൊരു മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എത്രത്തോളം വാക്കുകൾ സങ്കീർണമായിട്ടുള്ള വാക്കുകളാണ് സംസാരിച്ചു എന്നുള്ള കാര്യം നമുക്ക് മാർക്ക് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. യെസ്, എത്രത്തോളം ഓടി എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും കുട്ടിക്ക്? അല്ലെങ്കിൽ ഇത്ര വാക്കുകൾ ക്ലാസ്സിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ നമുക്ക് മാർക്ക് കൊടുത്തിട്ട് അവന് റാങ്ക് കൊടുക്കാൻ പറ്റുമോ? ക്ലാസ്സിൽ ഇത്ര വാക്കുകളാണ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരിക്കലും അത് സാധിക്കില്ല. അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് റിപ്പോർട്ട് കാർഡ്? യു വിൽ സ്റ്റേ ടു ഇംപ്രൂവിംഗ് സ്റ്റേജ് ഓഫ് ദ ചൈൽഡ് ഇൻ ഓൾ ദ ഫേസസ് ഓഫ് ദ ഡെവലപ്മെന്റ്. ഇപ്പൊ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എന്തൊക്കെ തരത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കാർഡ്സ് ഉപയോഗിക്കുന്നത്. This will help the parents confirm what they can themselves been observing and also help parents pinpoint which aspects the child more guidance. അപ്പൊ ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എവിടെയൊക്കെ വീക്ക് പോയിന്റ്സ് ഉണ്ട്, എവിടെയൊക്കെയാണ് അവൻ ഇംപ്രൂവ്മെന്റ് കൊടുക്കേണ്ടത്, എത്രത്തോളം ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് അല്ലെ അസിസ്റ്റൻസ് നമുക്ക് കൊടുക്കണം എന്നത് നമുക്ക് ഈ കാർഡ് നോക്കി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോ ഈ കാർഡിന് എന്താണ്? ഇതിന്റെ പേരാണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിനെ നമ്മൾ അസസ് ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ ആണ് ഇത് ശരിക്കും ഡെവലപ്മെന്റൽ പ്രൊഫൈൽ. അപ്പൊ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പ്രൊഫൈലാണ്, അതൊരു കാർഡായിരിക്കും നമുക്ക് മനസ്സിലായി അല്ലെ. ഒരു സ്ട്രക്ചറിലാണ് ഇത് പോകുന്നത്. നമുക്ക് നോക്കാം. ഈ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് നോക്കാം. എന്തൊക്കെയാണ്? ഡെവലപ്മെന്റൽ പ്രൊഫൈൽ ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എബിലിറ്റി ഇൻ ടേംസ്. കുട്ടിക്ക് ഏതൊക്കെ മേഖലയിലാണ് എബിലിറ്റീസ് ഉള്ളത് എന്ന് നമ്മള് ഓരോ എബിലിറ്റീസിന് എന്താണ് നമ്മള് സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ നോക്കും. ഇപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. കണ്ടോ, നമ്മൾ പഠിച്ചിട്ടില്ലേ ചാപ്റ്റേഴ്സ് ഒക്കെ? ഓക്കെ, യെസ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ അടുത്ത ഫസ്റ്റത്തെ ഏരിയ ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഏരിയ ഏതാണ്? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. അതായത് കുട്ടിയുടെ സാമൂഹ്യ മാനസിക വികസനത്തില് കുട്ടി ഇമോഷണൽ എത്രത്തോളം എന്താ പറയാ സ്ട്രെങ്തേൺ ആണ് അല്ലെങ്കിൽ വീക്ക് ആണോ ഓക്കെ ആണോ എന്നുള്ളത് ഫസ്റ്റ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആ സ്പെസിഫിക് ആസ്പെക്റ്റിൽ നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ, അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? കുട്ടിയുടെ മറ്റു കുട്ടികളുമായി ഇടപെടുമ്പോഴും അവന്റെ ഇന്ററാക്ഷനിലൂടെയാണ് കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ ഇന്ററാക്ഷനിലൂടെ നമുക്ക് അറിയാം ഏതൊക്കെ കുട്ടികൾക്ക് ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ട്, സോഷ്യലി ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത് സോഷ്യലി ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികൾ ഏതൊക്കെയാണ്, സോഷ്യലി ഡിസ്ട്രാക്ട്
പുറകോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ്, അല്ലെ ഇമോഷണലി ഹൈ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും അല്ലെ, ഇമോഷൻസ് വളരെ വൈകാരികമായിട്ട് അല്ല വളരെ നിയന്ത്രണപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അതേപോലെ എന്താണ് വീക്ക് പോയിന്റ്സ് ആയി പോകുന്നത്, ഇമോഷണലി തകർന്നു പോകുന്ന കുട്ടികൾ, ഡിസ്ട്രോയ് ആയി പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഇന്ററാക്ഷനിലൂടെ കുട്ടികളെ മനസ്സിലാകുന്നു, ടീച്ചർ അത് ഐഡന്റിഫൈ ചെയ്യുന്നു, നോട്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അടുത്ത സ്റ്റേജ് ആണ് കേട്ടോ, ഓരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? ശാരീരിക വികസനം. ശാരീരിക വികസനം. ശാരീരിക വികസനം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശാരീരിക വികസനം ഓരോ പ്രായത്തിലും അവരുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, നമുക്ക് കാണാൻ പറ്റും അല്ലെ. ചില പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ഫിസിക്കലി കുട്ടി ഡെവലപ്ഡ് അല്ലെങ്കിൽ കുഞ്ഞിത് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഫിസിക്കലി അവൻ ഡെവലപ്ഡ് അല്ല, ചിലപ്പോ ഇപ്പൊ എന്താ പറയാ ആക്ടിവിറ്റി പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. ബോൾ കളിക്കാൻ. കളിക്കാൻ അല്ല അല്ല, അത് ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂമിന് പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി. ആ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഓടുക, ചാടുക അങ്ങനെയൊക്കെ അല്ലേ? എന്താണ് ജാസ്മിൻ? ഈ PT പീരീഡ് കൊടുക്കലില്ലേ? PT പീരീഡിന്റെ പ്രത്യേകത എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അത് കൊടുക്കുന്നത് അല്ലെ. ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ മേഖലയിലാണ് പ്രാവീണ്യം ഉള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇപ്പൊ നമുക്ക് ഓട്ടം കൊടുക്കാം അല്ലെ, റണ്ണിങ് കോമ്പറ്റീഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം അല്ലെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. റണ്ണിങ് കോമ്പറ്റീഷൻ കൊടുത്തു, 5 കുട്ടികളെ നിർത്തിയിട്ട് 5 കുട്ടികളോട് ഓടാൻ പറഞ്ഞു. 5 കുട്ടികളിൽ ചിലപ്പോൾ 4, 3, 1, 2 എല്ലാവരും ഓടും അതിൽ, പക്ഷെ ഒരാൾ മാത്രമായിരിക്കും ഓടിയെത്തുന്നത് അല്ലെ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എത്തുന്ന ഒരു കുട്ടി ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾ എന്താണ് കുറച്ചുകൂടി പുറകിലായിരിക്കും, ചില കുഞ്ഞുങ്ങൾ തീരെ പുറകിലായിരിക്കും, ചില കുഞ്ഞ് ഓടാതെ ചിലപ്പോ 1, 2 വട്ടം ഒന്ന് നീങ്ങിയിട്ട് എന്താണ് അവിടെ ചിലപ്പോ ഒന്നിലേക്ക് കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ എന്താണ് കുഞ്ഞ് ഓടില്ല, അതിലേക്ക് ചിലപ്പോ വൈകാരികമായിട്ട് തന്നെ ചിലപ്പോൾ കുഞ്ഞ് തകർന്നു. അപ്പൊ നമുക്ക് കണ്ടെത്താൻ ഫിസിക്കലി ഓക്കെ അല്ല അല്ലെ. ചിലപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ആളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ചിലപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ തീരെ മെലിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല, തീരെ മെലിഞ്ഞ അല്ലെങ്കിൽ നല്ല തടിയായിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ. അപ്പൊ നമ്മൾ എന്താണ് അത് നമ്മൾ ടീച്ചേഴ്സിനാണ് അത് മനസ്സിലാവും, അവരോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്താണ് അതിന് ഓക്കെ അല്ല എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ക്ലാസ്സിൽ വരുമ്പോൾ മറ്റൊരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്, 2-3 ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ജഗ് കൊണ്ട് അല്ലെങ്കിൽ കുപ്പി കൊണ്ട് ആ ഗ്ലാസ് കംപ്ലീറ്റ് നിറയ്ക്കാൻ പറയണം. ഓക്കെ, അപ്പൊ കുഞ്ഞത് പിടിക്കുകയാണ് അല്ലെ, കുഞ്ഞ് കുപ്പി പിടിച്ചിട്ടുണ്ട്, പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഓക്കെ ആയി ഫിസിക്കലി ഓക്കെ ആയ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് അത് താഴെ വീഴാതെ ടീച്ചർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാതെ താഴെ വീഴരുത്, നമ്മൾ പ്രാക്ടിക്കലി ഇപ്പൊ ഇതൊക്കെ പഠിക്കും കേട്ടോ, എങ്ങനെയാണ് വെള്ളം നിറയ്ക്കുന്നത്, എങ്ങനെയാണ് പായ മടക്കുന്നതൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്താണ് കറക്റ്റ് ആയിട്ട് അതിൽ ഒഴിക്കും. ചില കുട്ടികൾ എന്താണ് ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോകും അല്ലെ, ഫിസിക്കലി മൂവ്മെന്റ്സ് ഒക്കെ ഓക്കെ ആയിട്ടില്ല, മസിൽ മൂവ്മെന്റ്സ് ഒന്നും ഓക്കെ ആയിട്ടില്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കയ്യിൽ നിന്ന് വഴുതി പോകും. ഓക്കെ, അങ്ങനെ നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് കണ്ടുപിടിക്കാം. യെസ്, പിന്നെന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കോഗ്നിറ്റീവ് വൈജ്ഞാനിക വികസനം അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വികസനം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ? ഓർമ്മശക്തിയൊക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ച പിള്ളേരാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മള് കളർ ഈ ഇതൊക്കെ ഉണ്ടാവലില്ലേ മാത്സിന്റെ ഒക്കെ ഓരോ ശാസ്ത്രോത്സവം എന്നൊക്കെ പറയണം. നമുക്ക് സ്കിൽസ് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ എന്താണ് കളേഴ്സ് കൊടുത്തിട്ട് ഷെയ്ഡ്സ് കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയും കുട്ടികളോട് അല്ലെ, പുറത്ത് പോകാതെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ്ലി കളർ ചെയ്യാൻ പറയും. ഓക്കെ, പിന്നെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? നമ്മള് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ നിങ്ങള്? സ്ഥിരതയുള്ളതല്ലേ? അതെന്താണ് കോൺക്രീറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജില് അതിൽ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, ലോജിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ് പഠിച്ച ഓർമ്മ. അതായത് ഒരു കാര്യത്തിന് അർത്ഥം മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മള് ക്ലാസിഫിക്കേഷൻ, നമ്മള് കൺസർവേഷൻ പഠിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, മാസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സീരിയേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ മറന്നുപോയല്ലേ? തിയറി പഠിച്ചതൊക്കെ മറന്നുപോയി. പിയാഷയുടെ തിയറി നമ്മൾ പഠിച്ചിരുന്നു, 4 സ്റ്റേജസ്.
അപ്പൊ ക്ലാസ് എടുക്കുന്നത് പഠിച്ചൊന്നും നോക്കാറില്ലല്ലേ? മിസ്സേ ഈ കഥകൾ കേൾക്കുമ്പോ കുട്ടി അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതല്ല, ഒരു കാര്യത്തെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുന്ന പ്രായം. നമ്മൾ പഠിച്ചു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ പഠിച്ചു ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ്, ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ, സംഖ്യാശ്രയൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, യെസ്. ഇവിടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്താണ് പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കോൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷേപ്സ് കോൺസെപ്റ്റ്. കുട്ടിക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി മനസ്സിലാവേണം. ഏത് ഷേപ്സിന് ഏത് കളറാണ് കൊടുക്കേണ്ടത് കുട്ടിക്ക് അർത്ഥം അറിയാണ് കുഞ്ഞു. അത് ഇപ്പൊ ഓറഞ്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത് കുഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുക. വൈജ്ഞാനിക വികസനം സംഭവിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, മറന്നു പോയിട്ട് നിങ്ങൾ നന്നാക്കിയാണ്. തിയറി പറഞ്ഞു അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി നമ്മൾ അന്ന് പഠിച്ചത് എന്തിനാണ്? അതൊക്കെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിയറീസ് ഒക്കെ പഠിച്ചതായിട്ട് മറന്നുപോയി. നോക്കിർക്കണോട്ട പോയി തിയറി ഒന്ന് പൊടിയൊക്കെ എടുക്കണേ. ഇപ്പൊ കാണിച്ചു തരാം. ആ തിയറീസിൽ എത്ര സ്റ്റേജ് നമ്മൾ പഠിച്ചു? ആ തിയറിയില് എത്ര സ്റ്റേജ് ഉണ്ട്? 5 സ്റ്റേജ് ആണോ, 6 സ്റ്റേജ് ആണോ, 4 സ്റ്റേജ് ആണോ? 4 സ്റ്റേജ്. 4 സ്റ്റേജ്. 4 സ്റ്റേജ്. ഏതൊക്കെ സ്റ്റേജ് ആണോ പഠിച്ചത്? സെൻസറി സ്റ്റേജ്, പിന്നെ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ തേർഡ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ. ഫോർമൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 4 സ്റ്റേജുകൾ അല്ലെ? ഓരോ വയസ്സും പഠിച്ചിട്ടുണ്ട്. 0 to 2 years ഏത് കാറ്റഗറീസ് വളർച്ചകളാണ്? 2 to 7 years, then 7 to 11 years, and 11 and above. 7 to 12 years അല്ലേ ടീച്ചറെ? 7 to 11 years. 11 ആണ്, 12 അല്ല. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിൽ 11 and above. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ മറന്നുപോയി എന്നുള്ളത് കുറച്ച് പേര് പറഞ്ഞു, കുറച്ച് പേർക്ക് അറിയാം. എന്തോ ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കുട്ടികൾക്ക് എത്രത്തോളം വൈജ്ഞാനിക വികാസങ്ങൾ സംഭവിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നു ടീച്ചറിനത് മനസ്സിലാവുന്നു. പിന്നെന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇത് പറഞ്ഞില്ലെങ്കിൽ നല്ല അടിപിടിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ് നോക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റില് കുട്ടിയുടെ സംസാര വാക്കുകൾ പഠിക്കുന്നത് അതൊക്കെ അല്ലേ? എന്താണ് വാക്കുകള്? വാക്കുകൾക്ക് ഒരു പേരുണ്ട്. വൊക്കാബുലറി ഇൻക്രീസ് പഠിച്ചിട്ടുണ്ടോ? ഭാഷാ വികസനം കുട്ടികളിൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? വൊക്കാബുലറീസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അറൌണ്ട് 6 months എത്രത്തോളം വാക്കുകളാണ് കുട്ടി പറയുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്? ഒരു 6 മാസം പ്രായമുള്ള സമയത്ത്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ എന്ന് പറയോ? 6 മാസം. മാമ, പാപ്പ അങ്ങനെ ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇതായിക്കോട്ടെ. കുട്ടി വൊക്കാബുലറീസ് സംസാരിക്കുന്ന എത്രത്തോളം സെന്റൻസുകളും വാക്കുകളും കുട്ടി ഉപയോഗിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള പദാവലികൾ കൊടുക്കുന്നു അല്ലെ? അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവന് ഭാഷാ വികസനം ഉണ്ട് അല്ലെ? നല്ല രീതിയിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ, ഇപ്പൊ സെന്റൻസസ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിന്റെ പേര് എഴുതാനോ അങ്ങനെയൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കും അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, അടുത്തൊരു പ്രൊഫൈൽ ആഡ് ചെയ്യുന്ന മറ്റൊരു സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ആണ് എന്താണ്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്? എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ കുട്ടികൾ അത് ഓരോന്നും ബിൽഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്നതും ഒക്കെ നോക്കിയിട്ടാണോ? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൽ നമുക്ക് ഒരു കാര്യം കൊടുക്കാം, ഇമാജിനേഷൻ കൊടുക്കാൻ പറ്റും അല്ലെ? ഇമാജിനേഷൻ അതെങ്ങനെ കണക്ട് ചെയ്ത് പറയാം? ഇമാജിനേഷൻ
ചില കുട്ടികൾ നമ്മൾ കണ്ടെടുത്തേ ഒരു ഒറ്റ പ്രാവശ്യം പറയും മിസ്സേ. എന്താണ് ഒറ്റ പ്രാവശ്യം പറയോ? അല്ല, ഇപ്പൊ പറഞ്ഞത് എന്താന്നുള്ള ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ. ക്രിയേറ്റീവ് ഞാനിപ്പോ എന്താ പറഞ്ഞേട്ടാ, ഞാൻ മറന്നുപോയത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്തോന്ന് മിസ് പറഞ്ഞു, അത് ഞാൻ കേട്ടില്ല. പറഞ്ഞില്ലല്ലോ, പറയാം. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിനേഷൻ കൊടുക്കാം. കുട്ടികള് ഇപ്പൊ നമ്മളിപ്പോ ടോപ്പിക് ഒന്നും കൊടുത്തില്ല, ചില കുട്ടികൾ വന്ന് കഥ പറയുന്നത് കണ്ടിട്ടുള്ളൂ. വളരെ ആയിരിക്കുള്ളൂ, പക്ഷെ അവരുണ്ടാക്കി ഇങ്ങനെ പറയും. അമ്മ ഞാനത് അങ്ങനെ കണ്ടു, ടീച്ചറെ ഞാനത് ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ ചെറിയൊരു സാധനം പുറത്തു പോകുന്ന വഴിയിൽ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ടീച്ചറിനോടൊന്ന് പറയുമ്പോ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പൊ 2 കാലുള്ള ഒരു സാധനം ഉണ്ട്, പക്ഷെ അതിന് 4 കാലുണ്ടായിരുന്നു ടീച്ചറെ. അതിന് കണ്ണിന് മുകളിൽ വേറെ എന്തൊക്കെയോ സാധനം, പല ഷേപ്പ് കളർ ഉണ്ടായിരുന്നു, ഇത്രയും വലുതായിരുന്നു, ഇത്രയുള്ള സാധനം ഇത്രയും വലുതായിരുന്നു. നമുക്ക് ഇമാജിനേറ്റ് പറയാം അല്ലെ. ചില കോൺസെപ്റ്റിനെ കുറിച്ച് കുട്ടികൾ പറയും. അതുപോലെ തന്നെ പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. വെറുതെ പാടുകയാണ് ഈ പാടുമ്പോ വെറുതെ ഇങ്ങനെ എന്താ പറയാ, ലിറിക്സ് ഇങ്ങനെ പറയാം, ഉണ്ടാക്കി പാടുന്ന കണ്ടിട്ടില്ലേ കുട്ടികൾ? നിങ്ങളെ എക്സ്പ്രസീവ് ആയിട്ട് പറയുന്ന കണ്ടിട്ടില്ലേ? ഒന്നും ഉണ്ടാക്കില്ല, പക്ഷെ അവര് ഉണ്ടാക്കുകയാണ്. അത് അവരുടെ ഭാവന ഇങ്ങനെ വികസിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്. അപ്പൊ അതുപോലെ തന്നെ പാട്ടുകൾ പാടും, കഥകളില്ലാത്ത കഥകൾ പറയും. അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അമ്മ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളത് കേട്ടിരിക്കണം. എന്ത് പറഞ്ഞാലും കേട്ടിരിക്കാം. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് വളരെ എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യും. ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞാല് ടീച്ചർ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ കുട്ടികൾ ചിലപ്പോൾ നന്നായിട്ട് അഭിനയിക്കും. കണ്ടിട്ടില്ലേ നമ്മളാണ് ഒരു റോള് കൊടുക്കുകയാണ്, പക്ഷെ ടീച്ചർ കുറച്ച് ഡയലോഗും പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അവൻ അവന്റേതായ രീതിയിൽ അവൻ അഭിനയിക്കും. അവൻ എന്തുള്ളത് കൊണ്ടാണ് ആ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത് കുഞ്ഞ് എന്ത് ചെയ്യും, ക്രിയേറ്റീവ് ആയിട്ട് അത് കാണിക്കാൻ തുടങ്ങും. അതുപോലെ നമുക്ക് എല്ലാ മേഖലയിലും ഇപ്പൊ ഡാൻസ് ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ. ഒരു കുട്ടിയോട് ഡ്രോയിങ് ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി അതിനനുസരിച്ച് ഒന്ന് നല്ല ശ്രദ്ധാപൂർവ്വം അത് ചെയ്യും, അവൻ്റെതായിട്ടുള്ളത്. എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എടുക്കുന്ന ഡിസ്ക്രിപ്ഷൻസിൽ ഈ 5 കാര്യങ്ങളാണ് നോക്കുന്നത്. പ്രധാനമായിട്ട് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ഈ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടോ? എനിക്ക് വേറെ ക്ലാസ് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പൊ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ഇപ്പൊ പറഞ്ഞ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. ആരാണ് സൈൻ ഔട്ട്? ഞാനാ മിസ്സേ. നിഷാബിനും പറയൂ. Good afternoon, everyone. We would like to thank Adira Miss for taking the class today on behalf of each and every one of us. ഒരു പാട്ടുണ്ട്. തട്ടിൽ ഒരു മുത്തശ്ശിപ്പൊട്ട ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാവുണ്ട് ചാഞ്ചാട്. തട്ടിൽ ഒരു മുത്തശ്ശിപ്പൊട്ട ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി ഉപ്പാളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോടെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടി ഒരു മുത്തശ്ശിപ്പൊട്ട ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. So I thank Adira Miss and everyone who attended the class today. See you in the next class. Goodbye. Okay. Yes. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അപ്പൊ നമ്മുടെ മൺഡേ നമ്മുടെ കോൺവൊക്കേഷന്റെ പ്രോഗ്രാം ആണ് കേട്ടോ. നിങ്ങളുടെ MT-യുടെ ഫസ്റ്റ് പ്രോഗ്രാം ആണ്. മോണ്ടിസോറിയുടെ ഫസ്റ്റ് ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആണ് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി വീഡിയോസ് ഒക്കെ കാണാം തിങ്കളാഴ്ച തുടങ്ങി.
ആ കണ്ടു മിസ്. പ്രോഗ്രാംസിലൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. മൺഡേ ആണല്ലേ പ്രോഗ്രാം? എന്താണ് സിസ്റ്റർ? മൺഡേ ആണല്ലേ പ്രോഗ്രാം? അപ്പൊ ക്ലാസ് ഉണ്ടാവില്ല. ആരത്? ഫാത്തിമ ആരത്? മോള എനിക്കില്ലാവുന്നു പാട്ട് കേട്ടിട്ട്. അത് നിഷ പാടിയത് കേട്ടപ്പോ ഓൾക്കും പാടണം. നല്ല രസമുണ്ട് കേട്ടാ, പാട്ടൊക്കെ പഠിപ്പിക്കട്ടാ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നന്നായിട്ടുണ്ട് പാട്ട് അവിടെ.